തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ചതായി പരാതി. തിരുപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷിന്റെ കൈക്കും വയറിനും പൊള്ളലേറ്റു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിനിടെയാണ് സംഭവം. പരാതി വ്യാജമാണെന്നും തന്നെയാണ് മർദ്ദിക്കാൻ ശ്രമിച്ചതെന്നും പ്രസിഡന്റ് ഷീന എസ് ദാസ് പറഞ്ഞു. അപ്പോൾ ആ കമ്മിറ്റി നടന്നതിൻ്റെ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് നിജസ്ഥിതി എന്താണെന്ന് പറയണം എന്ന് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടപ്പോൾ ഈ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ വേണ്ടി അപ്പോഴും കൊണ്ടുവച്ചതാണ്. ഏകദേശം 1.5 മണിയോളം ആയി. ആ ചൂടുവെള്ളം എടുത്ത് ദേഹത്തൂടി എടുത്ത് മുഖത്തൂടി എടുത്ത് ഒഴിക്കുകയാണ് ചെയ്തത്. ഒഴിച്ചിട്ട് ഇറങ്ങിപ്പോടാന്ന് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് പല ആവർത്തിയിലും ഇങ്ങനെ എന്നെ കമ്മിറ്റിയിൽ സംസാരിക്കാൻ അനുവദിക്കില്ല, എണീക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക. ഇത് സ്ഥിരം പരിപാടി. എടാ പോടാ എന്നാണ് വിളിക്കുന്നത്. എന്നെക്കാളും ഒരു 24 വയസ്സിന് ചെറുപ്പമുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രത്യേകിച്ച് ഒരേ മുന്നണിയിലുള്ള ആളുകളാണ്. ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോയ സാഹചര്യം എന്താണ്? രുചീഷ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഇത്തരത്തിൽ ഭരണസമിതി യോഗമുണ്ടായിരുന്നു വെള്ളിയാഴ്ച. പക്ഷേ ഈ യോഗത്തിനിടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഈ സുരേഷ് എന്ന വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുകയും ഇതിനിടയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന് കുടിക്കാൻ കൊണ്ടുവന്ന ചൂടുവെള്ളം ഇദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം പൂവാർ പോലീസിൽ ചെല്ലുകയും അവിടെ പരാതി നൽകുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിനെതിരായിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കുന്നത്. അദ്ദേഹം നൽകുന്ന മറുപടി അനുസരിച്ച് ഈ വൈസ് പ്രസിഡന്റായിട്ടുള്ള സുരേഷ് അനാവശ്യ വിവാദങ്ങൾ മിക്കപ്പോഴും ഭരണസമിതി യോഗത്തിൽ ഉണ്ടാക്കാറുണ്ട്. അതിനെ തുടർന്ന് ഭരണസമിതി യോഗങ്ങൾ പലപ്പോഴുമായി മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വെള്ളിയാഴ്ച തനിക്ക് യോഗം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇദ്ദേഹം ഈ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയും തൻ്റെ മുടിയിൽ കയറി കുത്തിപ്പിടിക്കുകയും അതിനിടയിൽ വെച്ച് ഈ ചൂടുവെള്ളം കുടിക്കാൻ കൊണ്ടുവന്ന ചൂടുവെള്ളം ഇദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വീണു എന്നുമാണ് പറയുന്നത്. പക്ഷേ ഇതൊരു തിളച്ച വെള്ളമായിരുന്നില്ല. സാധാരണഗതിയിൽ എല്ലാവർക്കും കുടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചൂടേ ഉണ്ടായിരുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ഇതിന് ശേഷമാണ് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഷീന നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പരാതി വ്യാജമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ മുടിയിൽ കുത്തിപ്പിടിക്കാൻ ശ്രമിച്ചതിനും അതിനോടൊപ്പം തന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചതിനും പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീനയും ഇപ്പോൾ പൂവാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ നെയ്യാറ്റിൻകരയിലെ തിരുപ്പുറം പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. കോൺഗ്രസ് നേതാവാണ് സുരേഷ്. SP സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ് പ്രസിഡന്റായിട്ടുള്ള ഷീന. ഇരുവരും തമ്മിലുള്ള രാഷ്ട്രീയ പോര്, അല്ലെങ്കിൽ നേരത്തെ ഈ വൈസ് പ്രസിഡന്റായിട്ടുള്ള സുരേഷ് പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി വഹിച്ചിരുന്നു. തനിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ വ്യാജ പരാതി നൽകാനുള്ള കാരണമെന്നാണ് ഷീന ആരോപിക്കുന്നത്. എന്തായാലും നിലവിൽ രണ്ടുപേരുടെയും പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. രുചീഷ്. ശരി ഹാൻസ്, എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് തിരുപ്പുറം പഞ്ചായത്തിലാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള പോര് തുടരുന്നത്.